ഹർത്താലിൻ്റെ തലേദിവസം രാത്രി ഞങ്ങളെല്ലാം കൂടെ വിചാരിച്ചു വന്നൊരു സ്റ്റേക്കേഷന് പോകാമെന്ന്. എൻ്റെ അപ്പനും അമ്മയ്ക്കും 4 പിള്ളേരാണ്. ഒരെണ്ണം കല്യാണം കഴിച്ചപ്പോൾ 5 ആയി. അങ്ങനെ 5 പേരെയും കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായതുകൊണ്ട് 4 പേരെ കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ പോയി. ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്. ഞങ്ങൾ ആരും സിഗരറ്റ് വലിക്കാറില്ല. ഇത് വഴി കിടന്ന് കിട്ടിയതാണ്. രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കായലിൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർസൊക്കെ കണ്ട് ഭംഗിയൊക്കെ ആസ്വദിച്ചോടിയത്. എന്നിട്ട് രാവിലെ എണീറ്റ് കുറച്ച് പച്ചപ്പും ഹരിത ഊഷ്മളതയൊക്കെ ആസ്വദിച്ചോടിയത്. പിന്നെ അങ്ങോട്ട് മാങ്ങയുടെ ഒരു മഴയായിരുന്നു. 1 ആയി 2 ആയി 3 ആയി 4 ആയി 5 ആയി 6 ആയി അങ്ങനെ മാങ്ങ മഴ. മഞ്ജു പിള്ളയും കാത്തി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ വിളിച്ചാൽ മതി മാങ്ങ പറിക്കാൻ. മാങ്ങ പറിച്ചെൻ്റെ അഭിമാനമായിട്ട് പോകുന്നുണ്ട് അനിയനെ കണ്ടില്ലേ. ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ 4 എണ്ണത്തിനെയും കൂടെ ഒരുമിച്ച് കിട്ടുന്നത് വളരെ ചുരുക്കുക. 4 എണ്ണവും വഴക്കുണ്ടാക്കാതിരിക്കുന്നതും വളരെ ചുരുക്കുക. 1 അല്ല 2 അല്ല 3 അല്ല 6 മാങ്ങ പറിച്ച മാങ്ങ ഉപ്പും മുളകും എണ്ണയൊക്കെ ഇട്ട് കഴിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത്, എന്നാൽ നമുക്കൊരു ബോട്ടെ കയറി ഒരു ഷാപ്പിൽ പോയാലോ എന്ന്. ഒന്നും നോക്കിയില്ല, ബോട്ട് ചേട്ടനെ വിളിച്ചു, ബോട്ട് ബുക്ക് ചെയ്തു. തോന്നുന്നു ഇതേരാ പോകുന്നത്, പക്ഷെ ഇതേരല്ല നമ്മൾ പോകുന്നത്. അങ്ങനെ ഫാമിലിയായിട്ട് സ്പീഡ് ബോട്ട് കയറി ഞങ്ങൾ ഷാപ്പിലേക്ക് പുറപ്പെട്ടു. നല്ല വെയിലായിരുന്നേ. പോകുന്ന വഴി ഒരു ചേട്ടൻ്റെ അടുത്തുനിന്ന് നല്ല അടിപൊളി മധുരക്കള്ളും കിട്ടി. പിന്നെ മധുരക്കള്ളും കുടിച്ച് പാട്ടൊക്കെ പാടി ഞങ്ങൾ ആ ഷാപ്പിലെത്തി. അവിടെ ചെന്ന് ബോട്ട് ഇറങ്ങിയപ്പോൾ ചോറും കപ്പയും കക്കയും കരിമീനും പൊടിമീനും അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ബോട്ടിൽ കയറി കുറേ തിരിഞ്ഞും വളഞ്ഞും സ്റ്റണ്ടൊക്കെ ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തി. ഇറ്റ് വാസ് സോ മച്ച് ഫൺ. എല്ലാവരും കൂടെ ഒരുമിച്ച് കുറച്ച് വാലഡ് ടൈം. ഇറ്റ് വാസ് വെരി നൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.